ഇട്ടിട്ട് ചുമ്മാ പണി വാങ്ങിയ പോലെയാണ് അവസ്ഥ. ചില ആൾക്കാർക്ക് ശരിയാവും, ചില ആൾക്കാർക്ക് ശരിയാവില്ല, ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ. എന്താ പറയാ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി. നിങ്ങൾ ഒരിക്കലും ആ അഭിപ്രായം കണക്കിലെടുത്ത് യൂസ് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനത് യൂസ് ചെയ്തപ്പോ നേരെ തല തിരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഐഷ് മൈഥിലി എന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എന്താ കാര്യം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്താലുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരും പെട്ടുപോയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫേഷ്യൽ റേസേഴ്സ്. കാരണം ഇപ്പൊ ആൺപിള്ളേർക്ക് മാത്രമല്ല, പെൺകുട്ടികൾക്കും ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഫേസിൽ ഇങ്ങനെ ഹെയർസ് വരാറുണ്ട്. കുഞ്ഞു കുഞ്ഞു ഹെയർസ് ആയിരിക്കും ആദ്യം വരാറ്. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ത്രെഡ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ വാക്സ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ ഫേഷ്യൽ റേസേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അത് കളയാൻ നോക്കും. പക്ഷേ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പുകളാണ് ഉണ്ടാവുക. ചില ആൾക്കാർക്ക് ശരിയാവും, ചില ആൾക്കാർക്ക് ശരിയാവില്ല, ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോ നിങ്ങളിപ്പോ ഒരു സാധനം യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാരുടെ അടുത്ത് സജഷൻ ചോദിക്കും. സ്വാഭാവികമായിട്ട് അത് യൂസ് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിനക്കത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഫേഷ്യൽ ഹെയർസ് വരാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ യൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സിന് കണ്ടിട്ടുണ്ട്, വ്ളോഗേഴ്സും മറ്റുമായിട്ടുള്ളവര്, അവരൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ പേര് ചോദിക്കാറുണ്ട്, പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടോ, കാര്യങ്ങൾ എങ്ങനെയാണ്, കട്ടിയായിട്ട് വളരാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവരൊക്കെ അധികം ആൾക്കാർ റിപ്ലൈ, നീ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, യൂസ് ചെയ്യാവുന്നതാണ്, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും റിപ്ലൈ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ആ അഭിപ്രായം കണക്കിലെടുത്ത് യൂസ് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞു കുഞ്ഞു ഹെയർസ് നിങ്ങൾ വലുതാക്കാൻ നോക്കുകയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്കത് പണിയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്, എല്ലാവർക്കും ഒരുപോലെ ആവില്ല. എനിക്കുണ്ടായ ഒരു അനുഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എനിക്ക് കുഞ്ഞു കുഞ്ഞു ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് യൂസ് ചെയ്താൽ നല്ലതാണ്, അവള് കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവോ, കട്ടിയായിട്ട് വരുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, ഇത് കട്ടിയായിട്ടൊന്നും വരത്തില്ല, എന്താ നീ പറയുന്നത്, നല്ലതാണ്, നീ എപ്പോഴേലും യൂസ് ചെയ്താലും മതി, വലിയ ഗ്രോത്തും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് വെറുതെയാണ്. അവളുടെ സ്കിന്നിന് അത് ഓക്കെ ആയിരുന്നു, വലിയ ഹെയർ ഗ്രോത്തും കാര്യങ്ങളും ഒന്നുമില്ല, കട്ടിയായിട്ട് വരുന്നില്ല. പക്ഷേ ഞാൻ അത് യൂസ് ചെയ്തപ്പോൾ നേരെ തല തിരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്താന്ന് വെച്ചാൽ കൂടുതൽ ഹെയർസ് വരികയായിരുന്നു, പെട്ടെന്ന് ഹെയർസ് വരാൻ തുടങ്ങി, അതുപോലെ തന്നെ കട്ടിയായിട്ട് വരാൻ തുടങ്ങി. എന്താ പറയാ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയായി പോയി. ചുമ്മാ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, വലിയ ഹെയർസും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല, കുഞ്ഞ് കട്ടിയില്ലാത്ത ഹെയർസാണ്. അതിന്റെ മുകളില് എന്താ പറയാ, തൊട്ടിട്ട് ചുമ്മാ പണി വാങ്ങിയ പോലെയാണ് അവസ്ഥ. അപ്പൊ നിങ്ങൾക്കും ആ ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്കിന്നിന് പറ്റിയതാണോ എന്ന് നോക്കുക ആദ്യം. അതുപോലെ തന്നെ വേറെ ഉള്ളവർ യൂസ് ചെയ്ത് അവരുടെ ഓക്കെ ആണ്, എനിക്കും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ചിലപ്പോൾ പണി കിട്ടും, പിന്നെ നമ്മളിത് ജീവിതകാലം മൊത്തം ഈ പണി കിട്ടിക്കൊണ്ടേ ഇരിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. എനിക്കിപ്പോ ഈ ഒരു അവസ്ഥയാണ്, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ചില ആൾക്കാർക്ക് ഇത് ആദ്യം യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസ് ഒക്കെ വരും, ചില ആൾക്കാർക്ക് വേറെ ഒരു പ്രശ്നമില്ല, നല്ല ക്ലിയർ സ്കിൻ ആയിരിക്കും, പിമ്പിൾസ് വരുന്നത് കുറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, ഇത് യൂസ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പിമ്പിൾസും കാര്യങ്ങളും വരും, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പിമ്പിൾസ് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കട്ടിയുള്ള ഹെയർസ് വരാം, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടാവുന്നതാണ്. അങ്ങനത്തെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഇത് യൂസ് ചെയ്താൽ വരുന്നതുണ്ട്. നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങളുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട്, 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഞാനത് റേസർ യൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും അതുപോലെയല്ല, അപ്പോഴല്ല ഗ്രോത്ത് വരും. ചില ആൾക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 1 വീക്കിനുള്ളിൽ തന്നെ പിന്നെ ഈ ഹെയർസ് വന്നുകൊണ്ടിരിക്കും, അതും കട്ടിയോടുകൂടി വരും. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും
നന്നായിട്ട് ആലോചിച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇത് യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് യൂസ് ചെയ്യുക. വേറൊരാൾ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് തന്നെ ഇപ്പം സൺസ്ക്രീൻ ആണെങ്കിൽ കൂടി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അത് വർക്കൗട്ട് ആവുന്നത്. ചില ആൾക്കാർക്ക് അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് അത് ഓയിലി സ്കിന്നുള്ളവർക്കും അതുപോലെ വേറെ വേറെ സ്കിന്നുള്ളവർക്ക് വേറെ ടൈപ്പ് ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആവില്ല. നമുക്കറിയാം ഓരോ പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ്, ഇതും അതുപോലെ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്കിന്നിന് ഇത് സെറ്റ് ആവില്ലോ എന്ന് ആദ്യം നോക്കുക, അല്ലാതെ വേറൊരാളുടെ സജഷൻ കേട്ടിട്ട് പണി വാങ്ങാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കിത് ഗ്രോത്ത് കൂടുകയാണ് ചെയ്തത്. വേറൊരാളുടെ ഒരു സജഷൻ കേട്ടുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കട്ടിയോടുകൂടിയാണ് പിന്നെ എനിക്ക് ഫേഷ്യൽ ഹെയർ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കൂടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴും തീരുമാനിക്കാൻ നോക്കുക. എൻഡിങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എൻഡിങ് വീഡിയോയിൽ ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞു എന്നല്ലാതെ ഞാൻ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പം നിങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. നിങ്ങളെ മടുപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.